ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബരിസ്ത റെസിപ്പിയാണ്. അതിനായിട്ട് പച്ചമല്ലി, പട്ട, ഏലക്ക, കറാമ്പൂ, വലിയ ജീരകം, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഒരു 4-5 അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ടൂറയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. ചപ്പാത്തി, പൂരി, പൊറോട്ട ഇതെല്ലാം ഈ ഒരു ചിക്കൻ ബരിസ്തയ്ക്ക് അടിപൊളിയായിരിക്കും. അത്രക്കും ടേസ്റ്റാണ്. ബട്ടൂറയുടെ റെസിപ്പി വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ നമുക്കൊരു ബട്ടൂറ തയ്യാറാക്കാം. അപ്പോൾ അങ്ങനെ ബട്ടൂറക്കുള്ള മാവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റാക്കി കുഴച്ച് ഒന്ന് മാറ്റി വെക്കണം. ജസ്റ്റ് അതൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സിയുടെ ജാറെടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, തൈര്, ആവശ്യത്തിന് ഉപ്പ് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് അരച്ച് വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ അത് ചേർത്ത് അത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഈ ഒരു റെസിപ്പിക്ക് മെയിനായിട്ട് വേണ്ടത് പൊരിച്ച ഉള്ളിയാണ്. നല്ല വെളിച്ചെണ്ണയിൽ ഉള്ളി പൊരിച്ചെടുത്തിട്ട് അതിലേക്ക് ചിക്കനും ആവശ്യത്തിന് ഒരിത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലപോലെ അടച്ചൊന്ന് വേവിക്കണം. ആ ചിക്കനൊന്ന് വറ്റി വരുമ്പോൾ 3-4 പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്നുകൂടി ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ ബരിസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.